രണ്ടാം പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് ബി.ജെ.പി. ഭരണത്തിലേറിയാൽ KG മുതൽ PG വരെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായമടക്കം പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സുകൾ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ BR അംബേദ്കർ പദ്ധതി പ്രകാരം പ്രതിമാസം 1000 രൂപ, സിവിൽ സർവീസ് അടക്കമുള്ള മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് 2 തവണകളിലായി 15,000 രൂപ, 1.5 ലക്ഷം യുവാക്കൾക്ക് സ്കിൽ ട്രെയിൻ പ്രോഗ്രാമുകൾ എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഓട്ടോ ഡ്രൈവർമാർക്കും വീട്ടുജോലിക്കാർക്കും ക്ഷേമനിധി ബോർഡ് 10 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ്, 5 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ്, ഇവരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് എന്നിവയും പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആം ആദ്മി സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ SIT അന്വേഷണം നടത്തുമെന്നും പത്രികയിൽ പറയുന്നുണ്ട്. ആം ആദ്മിയുടെ ശക്തമായ വോട്ട് ബാങ്കാണ് ടാക്സി ഡ്രൈവർമാർ. ഈ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് BJPയുടെ ഈ നീക്കം. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു BJPയുടെ ആദ്യ സങ്കല്പ പത്രിക. വനിതകൾക്ക് പ്രതിമാസം 2,500 രൂപ, ഗർഭിണികൾക്ക് ഒറ്റത്തവണ 21,000 രൂപയും 6 പോഷകാഹാര കിറ്റുകളും, കൂടാതെ ആദ്യ കുട്ടിക്ക് 5,000 രൂപ, രണ്ടാമത്തെ കുട്ടിക്ക് 6,000 രൂപ എന്നിങ്ങനെയായിരുന്നു പ്രഖ്യാപനങ്ങൾ. അതേസമയം BJPയുടെ രണ്ടാം പ്രകടന പത്രികയ്ക്കെതിരെ ആം ആദ്മി രംഗത്ത് വന്നു. തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് BJP പറയുന്നതെന്നും പിന്നെന്തിനാണ് അവർ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടതെന്നും ആപ് കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്നാണ് BJP പ്രഖ്യാപിച്ചത്. എന്നാൽ ആം ആദ്മി സർക്കാരിന് കീഴിൽ എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നുണ്ടെന്നും കെജ്രിവാൾ പറയുന്നുണ്ട്. BJPയുടെ വാഗ്ദാനത്തിന്റെ അർത്ഥം കുട്ടികളെ ഉപദ്രവിക്കലാണ്. സ്കൂൾ പ്രവേശനം നേടാൻ BJP ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട അവസ്ഥ വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. എല്ലാവർക്കുമുള്ള സൗജന്യ ചികിത്സ റദ്ദാക്കുമെന്നാണ് BJP കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നത് സൗജന്യ വിദ്യാഭ്യാസവും അവസാനിപ്പിക്കുമെന്നാണ്. BJPയെ സൂക്ഷിക്കണമെന്നും അവർക്ക് വോട്ട് ചെയ്യരുതെന്നുമാണ് ഡൽഹിയിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. വോട്ട് ചെയ്താൽ നിങ്ങളുടെ വീട്ട് ബജറ്റ് താളം തെറ്റും. ഡൽഹിയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമെന്നും കെജ്രിവാൾ പറയുന്നുണ്ട്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഡൽഹിയിൽ വാടകയ്ക്ക് കഴിയുന്നവർക്ക് സൗജന്യമായി വൈദ്യുതിയും വെള്ളവും നൽകുന്ന പദ്ധതി അവതരിപ്പിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നത്. ഡൽഹിയിലെ ഭൂരിഭാഗം വാടകക്കാരും പൂർവാഞ്ചലിൽ നിന്നുള്ളവരാണ്. അവരിൽ പലരും വളരെ ദരിദ്രരുമാണ്. അവർക്ക് സബ്സിഡി ലഭിക്കാത്തതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. ഇത് പരിഹരിക്കാൻ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ വാടകക്കാർക്ക് സൗജന്യ വൈദ്യുതിയും വെള്ളവും നൽകുക തന്നെ ചെയ്യുമെന്ന് കെജ്രിവാൾ തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഡൽഹി നിവാസികൾക്ക് നിലവിൽ ഈ ആനുകൂല്യങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ വാടകക്കാർക്ക് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് AAPയുടെ പുതിയ പ്രഖ്യാപനം. രാജ്യതലസ്ഥാനത്തെ വലിയൊരു വിഭാഗം തന്നെയാണവർ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം വരുമ്പോൾ മറ്റു പാർട്ടികളും ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്.